ഫാദർ കുരിശിങ്കൽ റോഡ്. ഫാദറിൻ്റെ പേരാണോ കുരിശിങ്കൽ? വഴി ദൂരം ഉണ്ടെന്ന് അറിയില്ല കേട്ടോ, ചെറുപ്പത്തിലുണ്ടാവും. അതായിരിക്കും അദ്ദേഹം ജനിച്ചത്. ഇത്രേ ഉള്ളൂ, വഴി തീർന്നു. ഇവിടെ ഫ്ലവർ ഏജൻസി ഉണ്ടോ? സാൻട്ര ഫ്ലവർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ഫ്ലവറാണേ. ഫ്ലവർ വേണ്ടവർക്കൊക്കെ ഇവിടെ വരാം. കുരിശിങ്കൽ റോഡിൽ കത്തിരിക്കടവ് കഴിഞ്ഞിട്ട് കല്ലൂർ കടവന്ത്ര റോഡ്. സാൻട്ര ഫ്ലവേഴ്സ്. കഴിഞ്ഞ ദിവസം കൂടെ വന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഓക്കെ. ഫാദർ കുരിശിൻ്റെ റോഡ് കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് പോയണേ. എവിടെ എത്തുന്നൊന്നും പിടിയില്ല. നമ്മൾ കയറിയത് ഇവിടെയുണ്ട്. ഫ്ലോറ ഹോൾസെയിൽ അല്ല, അവിടെ ഉണ്ടല്ലേ. ഫ്ലോറ എന്നുണ്ട്, അവിടെയുണ്ട് ഫ്ലവറിൻ്റെ. ഈ ഭാഗത്തൊക്കെ ഫ്ലവേഴ്സ് കൂടുതലാണ്. ഫ്ലവർ മാർട്ട്. ഇപ്പോൾ മഴ ഇലക്ട്രിക്കല്ല അല്ലേ, ഇത് ഗിയറും കാര്യങ്ങളും ഇറക്കാറിങ്ങി വന്ന ഇറക്കിറങ്ങി വന്നതാണ്. നമുക്ക് ഇവിടെ ഒരു വഴിയുണ്ട്. നമുക്ക് ഈ വഴിയൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. പി എഫ് റോഡാണ്. റോഡ് ആൻഡ് ഫണ്ടാണ് പി എഫ് റോഡ് എന്നാണ് കണ്ടത്. ബോർഡൊക്കെ മാഞ്ഞു തുടങ്ങി. നമ്മളെങ്ങോട്ടാ പോകണമെന്ന് ഇവിടെയും കുറേ വ്യവസായങ്ങളല്ല, കുറേ കച്ചവട സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഭാഗത്തേക്ക് ഒരു റോഡുണ്ട്. അവിടെ ക്രോസ് റോഡ് കാണിക്കുന്നു. പ്രസിഡൻസി ക്രൗൺ ഹൈവേസ്. PF സൊല്യൂഷൻസ് അക്കൗണ്ടൻ്റാണ്. അക്കൗണ്ട്സ് PF സൊല്യൂഷൻസ്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു വഴി കാണിക്കുന്നുണ്ട്. ആ വഴി പോവാം. ഒരു കനാലിൻ്റെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട്. നമുക്ക് ആ വഴി കൂടി ഒന്ന് പോയി നോക്കാം. കോട്ടയം കനാൽ റോഡ്. എന്തോ ഫ്ലവറൊക്കെ പിന്നെ നടക്കുന്നു. കനാലാണെന്ന് പറയാനുള്ളൂ. ഒരു രക്ഷയില്ല. മണ്ണടിക്കത്ത് തിരിക്കും. ഒരു രക്ഷയില്ല. നല്ല വൃത്തിയാക്കാത്ത സൂക്ഷിച്ചു. പണ്ടിന്ന് വൃത്തിയായിട്ട് നിന്ന കനാലായിരിക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ വേസ്റ്റ് ഇടാതിരിക്കാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ഹോളിട്ടിട്ടുണ്ട് ആൾക്കാർ. വലിച്ചു പറിച്ചു. ഇങ്ങനെ വലിച്ചു പറിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വലിച്ചു പറിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വേസ്റ്റ് ഇടാൻ വേണ്ടിയാണ്. മുകളിലേക്ക് ക്യാമറ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രേ ഉള്ളൂ എന്ന് വേണ്ട. കനാൽ റോഡ്. ഇവിടെ നിന്നൊരു പാലും ഉണ്ടാവും കേട്ടോ, വട്ടം അപ്പുറത്തേക്ക്. കനാൽ റോഡ് എന്ന് പറഞ്ഞിട്ട് ഇത്ര ഉള്ളൂ വേണ്ട. അങ്ങോട്ട് പോകാനുള്ള വഴിയില്ല. ഇതൊക്കെ കലൂർ കേന്ദ്രീകരിച്ചുള്ള വഴികളാണ്. അങ്ങനെ കുറച്ച് ദൂരം കൂടി പോകാൻ പറ്റും. ആൾക്കാർ നടന്നുകൊണ്ട് എന്താണ് സംഗതി നോക്കില്ല. നിശബ്ദ കോണിലൂടെ തന്നെ പോകാൻ. നമ്മൾ ഗ്രാമപ്രദേശങ്ങൾ പോലെ തന്നെ നഗരപ്രദേശങ്ങളിൽ എന്താണെന്നറിയില്ല. അപ്പോൾ ആൾക്കാരങ്ങനെ പോണ സ്ഥിതിക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി ഉണ്ടാവും. നമ്മൾ അപ്പുറത്തുനിന്ന് കയറിയില്ല, ആ വഴിയായിരിക്കും.
ഒക്കെ കണ്ട തല്ലിത്തേങ്ങ ഇപ്പോൾ കിടപ്പുണ്ട്. തല്ലിത്തേങ്ങ എന്ന് പറയില്ലേ നാട്ടിൽ. എന്താ വേസ്റ്റ് കൊണ്ടു കാണണ്ട. ആളറിഞ്ഞ വല്ല പാമ്പോ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ വേസ്റ്റ് ഇടുക. നമ്മുടെ സംസ്കാരം കനാലിൽ അതായത് കനാലിലേക്ക് ഇട്ടുള്ള പകുതി കനാലിലേക്ക് ഇട്ടാൽ വീട് പറയുന്നവൻ അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് കലൂർ ചവിട്ടിയ കറണ്ട. ഇതിലും വലിയ കുന്നും മലയൊക്കെ നമ്മൾ ചവിട്ടിയുണ്ട്. പക്ഷെ ഗിയർ മാറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് വെയിറ്റ്. നമ്മൾ ഇപ്പോൾ അവിടെ കണ്ട ഇറക്കവും കയറ്റവും ഇതൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയിട്ട് കാര്യമില്ല, തിരിച്ചു പോവാം. നല്ലത്. കനാലിൻ്റെ സൈഡ് അങ്ങോട്ട് വഴിയുണ്ട്, പക്ഷേ അവിടം വരെ ഉള്ളൂ. കേട്ടോ, നല്ല വഴി കൂടി പോവാം. ആ നല്ലത്. കുറച്ച് ദൂരം കൂടി പോകാം എന്തായാലും. ഇവിടെ ലെഫ്റ്റ് ഉണ്ട്, ലെഫ്റ്റ് പോകാം. പിന്നെ ഇവിടെ നമ്മുടെ വരെ പോകുന്നറിയാലോ. ഓ അങ്ങോട്ടൊരു കേട്ടോണേ. കലൂർ ചോടിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ഇരുമ്പും സാധനങ്ങളൊക്കെ കൊടുക്കാൻ കഴിയും. കനാലൊക്കെ കെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് അരികൊക്കെ. ഇവിടെ വന്നപ്പോഴത്തേക്കും ഐ ലവ് കൊച്ചി എന്നും പറഞ്ഞ് കനാലിൻ്റെ ഫ്രണ്ട് വൃത്തിയാക്കി. ഇപ്പം നമ്മൾ പേരണ്ടൂർക്കനാണോ? അല്ലല്ല, ഇവിടെ ഒരു ചെറിയ പഴയ വീടൊക്കെ ഉണ്ട്, ഓടിച്ചത് കനാലിൻ്റെ സൈഡിൽ. നമ്മളിനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, തിരിച്ചു പോകാല്ലേ. ഫ്രണ്ടിലൊരു പാലം കാണുന്നുണ്ട്, അത് ഏത് പാലമൊന്നും പിടിയില്ല. ആ പാലം വഴി ഒന്ന് പോയി നോക്കാം എവിടെ എത്തുമോ. കലൂർ കത്തിരിപ്പറവ് പോകാനാണോ? അതിലും പോട്ടെ. അപ്പോൾ വീണ്ടും നഗരത്തിൻ്റെ തിരക്കിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചാട്ടം ഉണ്ടാകും. റോഡ് അത്ര വെടിപ്പല്ല, ഒക്കെയാണ് സിറ്റിയാണെന്ന് പറയാൻ മാത്രമേ. പക്ഷേ റോഡുകൾ മുഴുവൻ നാശമായി കിടക്കാം. എന്തങ്ങനെ ചെയ്യാത്തതെന്ന് നമുക്കൊരു ചെയ്യും. സൈക്കിളിന് പോലും പോകാൻ പറ്റുമോ? സൈക്കിളിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് സിറ്റിയിലെ റോഡുകൾ ഇറങ്ങുന്നത്. പാലത്തിൻ്റെ മുൾവശമേ കിടക്കണം. അപ്പോൾ കുറവാണെന്നേ പറയുള്ളൂ ആളുകൾ. റോഡ് കുറവല്ലേ. അപ്പോൾ എടപ്പള്ളി മേൽപ്പാലത്തിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ സൈക്കിൾ പകുതി ഡാമേജ് ചെയ്യുന്നത് അങ്ങനെയാണ്. എല്ലാ ദിവസവും അതിൻ്റെ മുകളിൽ കൂടി അല്ലേ പോകണം. അപ്പം അതിനെ വെച്ചതൊക്കെ ചെറുതാണ്. അങ്ങനെ തട്ടിച്ചൊക്കെ പോകും. തൊട്ട് പറയും കൂടി വരരുത്, നേരെ പോകുന്നുള്ള വാശിയൊന്നുമില്ല നമുക്ക്. അങ്ങനെ വെട്ടിച്ച് സൈക്കിളല്ലേ ബാലൻസ് പോകും. അപ്പോൾ നരകത്തിൻ്റെ ഒന്നും അപ്പോൾ അതൊന്നും ശരിയാവും. നരകത്തിൻ്റെ തിരക്കിലേക്ക് പോകേണ്ട ഗതികളാണ്.
അത്ര നേരം പോയ വഴിയും ഇതിന് തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. കാര്യം ശരിയാണ്, പണമുണ്ടാക്കാൻ നഗരം നല്ലത് തന്നെയാണ്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ ഒരു ബോർഡിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബോർഡ് നേരെ മുന്നിൽ ഒരു ബിൽഡിംഗ് വരാനുള്ള പരിപാടിയുണ്ട്. അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്, നിരപ്പാക്കിയിട്ടുണ്ട്. അവിടെ MG റോഡ് ലെഫ്റ്റ്, അങ്ങോട്ട് നോ എൻട്രി ആണ്. റൈറ്റ് സൈഡിൽ റൈറ്റ് നോ ടേൺ. ഇവിടെ MG റോഡാണ് കേട്ടോ. ഇവിടെ ചെയ്ത അപ്പോൾ നമുക്കൊരു കഴിഞ്ഞ ഏകദേശം ആയി. അപ്പം ഞാൻ അങ്ങോട്ട് പോകണതിന് അർത്ഥമില്ല, ഇത് നൈറ്റ് പോയാലോ. അപ്പോൾ ഇവിടെ നിർത്തണേ. നമ്മൾ പുല്ലിപ്പടി പാലം കഴിഞ്ഞാൽ മതി. ആളുകളൊക്കെ ഇവിടെ തറവാട്, സ്വന്തം തറവാടാണ് കേട്ടോ. നമുക്ക് ഒരു ചായ പിടിച്ചാൽ ആശ്വസിക്കുന്നതാണ് സ്വന്തം തറവാട്. പ്രദേശത്ത് സ്വന്തം തറവാട്. അപ്പോൾ സ്വന്തം തറവാടിന് മുമ്പിൽ നമ്മൾ നിർത്തണേ. ഇന്നത്തെ റൈഡ് നിർത്തി. ഓക്കെ.